ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോടുകൂടി നമ്മൾ കാർഡ് ഷഫിൾ ചെയ്യാൻ പോവാണ്. ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽസ് റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വളരെ വരുന്ന റീഡിംഗ് ആണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒരേ എനർജി അല്ല, ഡിഫറെൻ്റ് എനർജിയാണ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് വാലിഡ് ആവുകയാണെങ്കിൽ സ്വീകരിക്കാം, ഇല്ല വെച്ചുകഴിഞ്ഞാൽ വിട്ടുകളയാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് ആണ് നോക്കുന്നത്. അവർ നിങ്ങളിലേക്ക് എന്താണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഫ്യൂച്ചർ എന്താണ്, നിങ്ങളും അവരും സെപ്പറേഷനിലാണെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്താണ് നോക്കാം. ത്രീ ഓഫ് കപ്സ് കാർഡ്, ഫൈവ് ഓഫ് കപ്സ് റിവേഴ്സ് ആണ്. വേൾഡ്, ത്രീ ഓഫ് സോർഡ്സ്, സിക്സ് ഓഫ് വാൻഡ്സ്, Eight of Pentacles, Knight of Cups റിവേഴ്സ് ആണ്. 7 കാർഡ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയിട്ട് 2 കാർഡും കൂടി എടുക്കുകയാണ്. 2 wands, Sun. ഇനി ഓരോ കാർഡ്സ് എന്താണ് വ്യക്തമാക്കുന്നത് എന്ന് നോക്കാം. ആദ്യത്തെ കാർഡ് കിട്ടിയിട്ടുള്ളത് ത്രീ ഓഫ് കപ്സ് കാർഡാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് കേട്ടോ എല്ലാം കിട്ടിയിട്ടുള്ളത്. ഇവിടെ ചെറിയൊരു സെലിബ്രേഷനാണ് കാണിക്കുന്നത്. അവരുടെ ഫ്രണ്ട്സായിട്ട് അല്ലെങ്കിൽ കൊളീഗ്സ് ആയിട്ട് സിബ്ലിങ്സ് ആയിട്ട് ഒരു ചെറിയ ഫങ്ഷൻ അറ്റൻഡ് ചെയ്യുന്നു, ഒരു സെലിബ്രേഷൻ അറ്റൻഡ് ചെയ്യുന്നു. ഒരു സെലിബ്രേഷൻ അവിടെ അവർ സന്തോഷിക്കുന്ന നിമിഷത്തെയാണ് കാണിക്കുന്നത്. ഇപ്പോൾ നടക്കുന്ന ഒരു കാര്യത്തെയാണ്, ഒന്നുകിൽ ഇന്ന് അല്ലെങ്കിൽ നാളെ നടക്കുന്ന ഒരു കാര്യത്തെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. ഒരു സോൾ കോൺട്രാക്റ്റ് ആണ് സംഭവിക്കുന്നത്, കാരണം അവർ സന്തോഷിക്കുന്ന ഒരു നിമിഷത്തെ കാണിച്ചു തരുന്നു. ഓക്കെ, ഇതവരുടെ ഒരു റീഡിങ് നോക്കുമ്പോൾ, അവരുടെ കറണ്ട് ഫീലിങ്സ് നോക്കുമ്പോൾ അവരിലേക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. സുഹൃത്തുക്കളായിട്ടുള്ള ഒരു ചെറിയ ഫംഗ്ഷൻ, കൊളീഗ്സ് ആയിട്ടുള്ള ചെറിയൊരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുന്ന ഒരു എനർജി, ആദ്യത്തെ ഫീലിങ്സ് എന്ന് പറയുന്ന കാര്യം. സെക്കൻഡ് കാർഡ് കിട്ടിയിട്ടുള്ളത് ഫൈവ് ഓഫ് കപ്സ് കാർഡാണ്. റിവേഴ്സ് ആണ് വന്നിട്ടുള്ളത്. ഇവിടെ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഡിസപ്പോയിൻമെൻ്റ് ആണ് കാണിക്കുന്നത്. അവർ ചെയ്തിട്ടുള്ള തെറ്റ് അവർ മനസ്സിലാക്കുന്നു. നിങ്ങളുമായിട്ടുള്ള ഈ ഒരു സെപ്പറേഷൻ അവരെ നല്ല രീതിയിൽ വേദനിപ്പിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. റിഗ്രറ്റാണ് കാർഡ്സ് പറയുന്നത്. ഓൾഡ് സ്റ്റോറീസ് ആണ്. നിങ്ങളുമൊത്തുള്ള നല്ല നിമിഷങ്ങളെ അവർ ഓർത്തെടുക്കുന്നു. അവർ ഫ്രണ്ട്സൊക്കെ ആയിട്ട് കൂടുന്നുണ്ട് അല്ലെങ്കിൽ സിബ്ലിങ്സ് ആയിട്ട് കൂടുന്നുണ്ടെങ്കിൽ കൂടിയും നിങ്ങളുമായിട്ടുള്ള നല്ല നിമിഷത്തെ അവർക്ക് മിസ് ചെയ്യുന്നു. ആ ഓർമ്മകളിലേക്ക് അവർ പോകുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർ ക്ഷീണിതനാവുകയാണ് അല്ലെങ്കിൽ ക്ഷീണിതയാവുകയാണ്. കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങളെ നഷ്ടപ്പെടുത്തിയതിൽ റിഗ്രറ്റ് തന്നെയാണ് കാണിക്കുന്നത്, വേദനിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. പഴയ ഓർമ്മകളെന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന നിമിഷങ്ങൾ, ഈ ഒരു സമയത്ത് നിങ്ങളും അവരും തമ്മിൽ പങ്കിട്ട നിമിഷങ്ങളെ അവർ ഓർത്തെടുക്കുന്നുണ്ട്. അതുതന്നെയാണ് അവരുടെ മനസ്സിന് ഭാരമായിട്ട് തോന്നുന്നത്. അവരാണ് ഈ ഒരു സെപ്പറേഷന് കാരണം. അവരുടെ വാക്ക് പ്രവൃത്തി തന്നെയാണ് സെപ്പറേഷന് കാരണമെന്ന് അവർ ചിന്തിക്കുന്നു. ഇവിടെ വേൾഡ് കാർഡാണ് നെക്സ്റ്റ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളിലേക്ക് തിരിച്ചു വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് വേൾഡ് കാർഡ് പറയുന്നത്. ഒരു കംപ്ലീഷൻ, നിങ്ങളുടെ എനർജിയിലേക്ക് അവർ വരുമ്പോൾ, നിങ്ങളിലേക്ക് അവർ വരുമ്പോഴാണ് ഇവിടെ അവർ സന്തോഷവാനോ സന്തോഷവതിയോ ആയിട്ടിരുന്നിട്ടുള്ളത്.
അവർ ഹാപ്പി ആയിട്ടിരിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളിലേക്ക് വരുവാനായിട്ടുള്ള തീരുമാനം തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത്. ഈ ഒരു ബന്ധത്തിൽ അബൻഡൻസ് എന്നാണ് പറയുന്നത്. ഇവിടെ കംപ്ലീഷൻ എന്ന് പറയുന്നത് നിങ്ങളും അവരും തമ്മിലുള്ള ആ ഒരു സ്നേഹബന്ധം ഇവിടെ പൂർണ്ണതയിലെത്താൻ പോവുകയാണ്. ഇവിടെ അവയർനെസ് ആണ് കാണിക്കുന്നത്. അവർക്ക് നിങ്ങളില്ലാതെ പറ്റില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് യൂണിവേഴ്സ് അവരെ എത്തിക്കുന്നു. നിങ്ങളുടെ സ്നേഹത്തെ അവർ മനസ്സിലാക്കുന്നു. അവർ പറയാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഞാൻ നിന്നെ സ്നേഹിക്കുന്ന നിമിഷം മുതലാണ് ഞാൻ സന്തോഷം കണ്ടെത്തിയിട്ടുള്ളത്, വേൾഡ് കണ്ടിട്ടുള്ളത്. അത്രയേറെ സന്തോഷം അവർക്കുണ്ടായിട്ടുള്ളത് നിങ്ങളിലേക്ക് തിരിച്ചു വരുമ്പോൾ, നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴാണ്. അപ്പോൾ അവരൊരു ചാൻസിനായിട്ട് വെയിറ്റ് ചെയ്യുന്നു. ആ ഒരു ചാൻസ് നിങ്ങളോട് ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. കഴിഞ്ഞ ദിവസം അവർക്കുണ്ടായിട്ടുള്ള ഒരു ഫീലിങ്സ്, അവരനുഭവിക്കുന്ന വേദനയാണ് 3 ഓഫ് സോർട്സ് കാർഡ് പറയുന്നത്. നിങ്ങളെ നഷ്ടപ്പെടുത്തിയതിൽ, ഈ ഒരു സെപ്പറേഷൻ വന്നതിൽ പെയിൻഫുൾ ഹേർട്ട് ബ്രേക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇൻസ്പിറേഷൻ വീണ്ടും കൊണ്ടുവരുന്നുണ്ട്. നിങ്ങളിലേക്ക് വരുവാനായിട്ട് അവസരത്തിനായിട്ട് വെയിറ്റ് ചെയ്യുന്നു. നിങ്ങളിലേക്ക് എത്തിയാലേ അവർ പൂർണ്ണനാകൂ എന്നവർ തിരിച്ചറിയുന്നു. പൂർണ്ണതയിലെത്തൂ എന്ന് അവർ തിരിച്ചറിയുന്നു. ഓപ്പർച്യൂണിറ്റി തന്നെയാണ് കാണിക്കുന്നത്. അവർ ഹീലാകുന്നുണ്ട്. അവർ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള വാക്കുകൾ അവർ ഓർത്തെടുക്കുന്നുണ്ട്. അവർ ചെയ്ത തെറ്റെന്തെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അവരുടെ ഹേർട്ട് ഓപ്പൺ ചെയ്യുന്നത് നിങ്ങളിലേക്ക് തന്നെയാണ്. ഓപ്പർച്യൂണിറ്റിക്കായിട്ട് വെയിറ്റ് ചെയ്യാണ്. നിങ്ങളിലേക്കാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഉറങ്ങാനായിട്ട് സാധിക്കുന്നില്ല. രാത്രിയിൽ നിങ്ങൾ നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട്. അവരെടുക്കുന്ന ആക്ഷൻ 6 ഓഫ് വാൻഡ്സ് കാർഡ് ഈ റിലേഷൻഷിപ്പിലെ സക്സസ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഒരു കംപ്ലീഷൻ അവർ ആഗ്രഹിക്കുന്നു. ഇൻസ്പിറേഷൻ അഗെയിൻ എന്നാണ് കാർഡ് പറയുന്നത്. അവരുടെ എനർജി നോക്കുമ്പോൾ ഒരു ഇൻഫ്ലുവൻസറെയാണ് കാണിക്കുന്നത്. അവരുടെ കരിയർ ആവാം, അവരുടെ സംസാര ശൈലിയാവാം, മറ്റുള്ളവർക്ക് പ്രചോദനമേകുന്ന വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത്. അവരിലെ ലീഡർഷിപ്പിനെയാണ് കാണിക്കുന്നത്. ഇവിടെ ഈ ഒരു ബന്ധത്തിൽ വിക്ടറി എന്നാണ് പറയുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ സക്സസ് വിക്ടറി എന്നാണ് പറയുന്നത്. അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന നിമിഷത്തെയാണ് കാണിക്കുന്നത്. ആക്ഷൻ എടുക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അവസരം നിങ്ങളിലേക്ക് തന്നെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഒരു ചാൻസിനായിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നു എന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. തീരുമാനം നിങ്ങളുടേതാണ്. 8 ഓഫ് പെന്റക്കിൾ ഇവിടെ അവരെ കഴിവിനെ പറയുന്നു. എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അവർ ചെയ്യുന്ന പ്രവൃത്തി അവരിലേക്ക് മെത്തോളജിക്കൽ ആയിട്ടുള്ള പ്രോഗ്രസ് കൊണ്ടുവരുന്നു. അവരിലെ സോൾ പർപ്പസിനെയാണ് കാർഡ് പറയുന്നത്. ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സൻ്റെ എനർജി. അപ്പോൾ ഫിനാൻഷ്യൽ പരമായിട്ട് നല്ല രീതിയിൽ സ്റ്റെബിലിറ്റി അവർക്ക് വരുന്നുണ്ട്. ബാലൻസ് ലഭിക്കുന്നുണ്ട്. ഇവിടെ അവരുടെ കഴിവ് നോക്കുമ്പോൾ, അവരുടെ കരിയർ നോക്കുമ്പോൾ ഒരുപാട് എക്സ്പീരിയൻസിലൂടെ പോകുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത്. പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ എനർജി. അവിടെ അവർക്ക് ഇമ്പ്രൂവ്മെൻറ്റ് തന്നെയാണ്, പ്രോഗ്രസ് തന്നെയാണ്, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി തന്നെയാണ്. അവരുടെ കരിയറിൽ അവർ നേടിക്കൊണ്ടിരിക്കുക തന്നെയാണ് ചെയ്യുന്നത്. നൈറ്റ് ഓഫ് കപ്സ് റിവേഴ്സ് ആണ്. നൈറ്റ് ഓഫ് കപ്സ് കാർഡ് റിവേഴ്സ് വന്നുകൊണ്ട് പറയുന്നത് ഒരു നെഗറ്റീവ് ഇമോഷനെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ എന്തായിരിക്കും പറയുക? അവരെ റിജക്റ്റ് ചെയ്യുമോ എന്നുള്ള ഭയത്തെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഡിസപ്പോയിൻമെൻ്റ് ആണ്. നിങ്ങൾ റിജക്റ്റ് ചെയ്താൽ അവരിലുണ്ടാകാൻ പോകുന്നത്. അവർ സന്തോഷിക്കുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും നിങ്ങളെ മനസ്സിലാക്കിയിട്ട് നിങ്ങളിലേക്ക് വരുവാനായിട്ട് അവർ ആഗ്രഹിക്കുമ്പോൾ അവരിലെ ഭയം എന്ന് പറയുന്നത് നിങ്ങളുടെ ഇമോഷൻ അവരെ വേണ്ട എന്ന് പറയുമോ എന്നാണ്. ഇത്രയും നാളും നോ കോണ്ടാക്റ്റിലായിരുന്നു, സെപ്പറേഷനിലായിരുന്നു. അവർ മൂലമാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. അവരാണ് തെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അവരെ ബ്ലോക്ക് ചെയ്യുമോ, വേണ്ട എന്ന് പറയുമോ എന്നുള്ള ഭയം ഇവിടെ കാണിക്കുന്നു. അപ്പോൾ ഒരു കാര്യത്തിൽ ഡിസപ്പോയിൻമെൻറ്റ് കാണിക്കുന്നുണ്ട്, നിരാശ കാണിക്കുന്നുണ്ട്. അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, ശരിയാണ്. നിങ്ങൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുക എന്നുള്ള ഭയം ഇവിടെ കാണിക്കുന്നു. 2 ഓഫ് വാൻഡ്സ് ഫ്യൂച്ചറിനെ കുറിച്ച് പ്ലാൻ ചെയ്യുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. മേക്കിംഗ് പ്രോഗ്രസ് എന്നാണ് കാർഡ് പറയുന്നത്. ഇവിടെ 2 വാണ്ട് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് അവരുടെ ലൈഫ് തന്നെയാണ്. അവരെന്തിനു വേണ്ടിയിട്ടാണോ മാറി നിന്നിട്ടുള്ളത് ആ ഒരു കാര്യമാണ്. രണ്ടാമത്തെ വാണ്ടെന്ന് പറയുന്നത് നിങ്ങളാണ്. നിങ്ങളെ നെഞ്ചോട് ചേർത്ത് വെക്കാനായിട്ട് അവർ തീരുമാനിച്ചു കഴിഞ്ഞു. നിങ്ങളെ ചേർത്ത് പിടിക്കാനായിട്ട് അവർ പോവാണ്. നിങ്ങൾ അവരുടെ ഫ്യൂച്ചർ വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളെ
ക്ഷണിക്കാനായിട്ട് തയ്യാറാകുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്, പോസിബിലിറ്റീസ് ആണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ അവരുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാനായിട്ട് പോവുകയാണ്. രണ്ടും കൽപ്പിച്ചുകൊണ്ടാണ് അവർ നിങ്ങളെ ക്ഷണിക്കാനായിട്ട് പോകുന്നത്. നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾ റിജക്റ്റ് ചെയ്യുമോ എന്നുള്ള ഭയമുണ്ട്. പക്ഷേ നിങ്ങളില്ലാതെ അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. തെറ്റ് തിരുത്തിക്കൊണ്ട് തന്നെയാണ് അവർ ആക്ഷൻ എടുക്കുന്നത്. നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളിലേക്കുള്ള ആക്ഷൻ തന്നെയാണ്, തീരുമാനം തന്നെയാണ്. സക്സസ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. യെസ് കാർഡാണ്, സൺ കാർഡാണ് കിട്ടിയിട്ടുള്ളത്. ഈ ബന്ധം എൻഡാകുമോ എന്ന് ഈ റീഡിംഗ് കാണുന്ന നിമിഷം നിങ്ങൾ ചോദിക്കുന്നുണ്ടാവാം. ഇല്ല എന്നാണ് പറയുന്നത്. ഇവിടെ കംപ്ലീഷനെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുമ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിൽ ഒത്തിരി പേര് സ്വീകരിക്കാനായിട്ട് തയ്യാറായിരിക്കുകയാണ്. ഇവിടെ സന്തോഷ നിമിഷങ്ങളെ, വിക്ടറിയെ, സക്സസിനെ എന്നൊക്കെ തന്നെയാണ് കാർഡ് പറയുന്നത്. നിങ്ങൾ സന്തോഷിക്കാൻ പോകുന്നു. നിങ്ങളുടെ പേഴ്സൻ്റെ തിരിച്ചുവരവ് നിങ്ങളോട് വ്യക്തമായിട്ട് അവർ സംസാരിക്കാൻ പോവുകയാണ്. നിങ്ങൾ ഫ്യൂച്ചറിൽ വേണമെന്നവർ പറയുകയാണ്. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം സൺ കാർഡാണ്, യെസ് എന്നാണ്. ഇന്ന് ഈ റീഡിംഗ് കാണുന്ന ഈ ഒരു നിമിഷം നിങ്ങളിലേക്ക് യൂണിവേഴ്സ് പറയുന്ന കാര്യം, നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നു. തെറ്റ് ചെയ്തിട്ടുണ്ട്, ഇല്ല എന്നല്ല. തെറ്റ് തിരുത്തിക്കൊണ്ട് നിങ്ങളിലേക്ക് വരുമ്പോൾ പൂർണ്ണതയാണ് കാണിക്കുന്നത്, കംപ്ലീഷനാണ് കാണിക്കുന്നത്. കൂടുതലൊന്നും പറയാനായിട്ട് തോന്നില്ല. ഇന്ന് കുറച്ച് തിരക്കുള്ള ദിവസമാണ്. അതുകൊണ്ട് നമ്മൾ ടാരോ കാർഡ് എടുത്ത് നമ്മൾ നോക്കുന്നത് ടൈം കാർഡാണ് കേട്ടോ. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് എപ്പോഴാണ് നിങ്ങളിലേക്ക് എത്തുക? In 29 days, up to 8 weeks, in 22 days. 3 കാർഡാണ് എടുക്കുന്നത്. അപ്പോൾ ജനുവരി മാസം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. 3 കാർഡെന്ന് പറയുമ്പോൾ in 29 days, 8 വീക്സ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ. അപ്പോൾ ഈ മാസം കഴിയും. 2026 നിങ്ങൾക്കുള്ള മാസമാണ്. നിങ്ങൾക്കുള്ള എനർജിയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ എന്താണ്? അവർക്ക് പറയാനുള്ള കാര്യം ക്ഷമയോടുകൂടി കേൾക്കുക. എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നിട്ടുള്ള പോരായ്മകൾ മനസ്സിലാക്കിക്കൊണ്ട് ശരിയും തെറ്റും മനസ്സിലാക്കാനുള്ള പക്വതയും പ്രായവും നിങ്ങൾക്കായിട്ടുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെയാണ് ലൈഫ്. ആ ലൈഫിനെ മനസ്സിലാക്കിയിട്ട് തീരുമാനം നിങ്ങളാണ് എടുക്കേണ്ടത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സ് എല്ലാവരും ഒരേ എനർജി അല്ലെന്ന് പറഞ്ഞു. ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുണ്ടാവുക. ഈ സെപ്പറേഷൻ വന്നിട്ടുള്ളതും നോ കണ്ടക്റ്റ് വന്നിട്ടുള്ളതും നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എല്ലാം ഡിഫറെൻ്റ് ആണ് അല്ലേ? അപ്പോൾ ആ അനുഭവങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ശരിയെന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തീരുമാനം നിങ്ങൾക്കാണ് യൂണിവേഴ്സ് തരുന്നത്. അവരുടെ മനസ്സിലുള്ള കാര്യത്തെയാണ് യൂണിവേഴ്സ് കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത്. ഫൈനൽ ഡിസിഷൻ നിങ്ങളുടെയാണ്. റീഡിംഗ് ഞാൻ നിർത്തുകയാണ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. ഇനി പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള റീഡിംഗ് ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.